ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ബൈബിൾ അപഗ്രഥന പഠനത്തിൽ ഇന്ന് നാം അപഗ്രഥിക്കുന്നത് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ, ആക്ട്സ് ഓഫ് ദി അപ്പോസൽസ്. ബൈബിളിലെ 44-ാമത്തെ പുസ്തകം, പുതിയ നിയമത്തിൽ 5-ാമത്തെ പുസ്തകം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൻ്റെ തുടർച്ചയാണ് എന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം പഠിച്ചപ്പോൾ പറഞ്ഞ കാര്യം ഓർക്കുക. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ യേശുവിൻ്റെ ജനനം മുതൽ ക്രൂശീകരണം വരെയും മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗാരോഹണം എന്നിവയും വിവരിച്ചു. അതിനുശേഷം പിതാവ് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിനായിട്ട് നഗരത്തിൽ കാത്തിരിക്കണം എന്ന് പറഞ്ഞാണ് സുവിശേഷം അവസാനിച്ചതെന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ടാകുമല്ലോ. നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 49-ാം വാക്യം വായിക്കുകയാണെങ്കിൽ, എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ. നമുക്ക് ആ വാക്യം വായിക്കാം. എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ. അതിൻ്റെ ആ ഒരു നിർദ്ദേശം കൊടുത്തതിന് ശേഷമാണ് തുടർന്ന് വായിച്ചാൽ യേശു കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചിട്ട് അവരെ വിട്ടുപിരിഞ്ഞ് സ്വർഗാരോഹണം ചെയ്തത്. 50 മുതൽ 53 വരെയുള്ള വാക്യങ്ങളിൽ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യേശുവിൻ്റെ നിർദ്ദേശപ്രകാരം ശിഷ്യന്മാർ കാത്തിരുന്ന് പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചു. എന്നിട്ട് യേശു നൽകിയ രാജകീയ നിയോഗം അവർ പൂർത്തീകരിച്ചു. അതിൻ്റെ ചരിത്രമാണ് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ. മനസ്സിലായല്ലോ. യേശുവിൻ്റെ കൽപ്പന പ്രകാരം അവർ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ച് ദൈവം അവർക്ക് നൽകിയ, കർത്താവ് അവർക്ക് നൽകിയ നിയോഗം പൂർത്തീകരിക്കുന്നതിൻ്റെ ചരിത്രം. അതുകൊണ്ട് പുതിയ നിയമത്തിലെ ചരിത്ര പുസ്തകമാണ് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ, ആദിമസഭയുടെ ചരിത്രം എന്ന് മറന്നു പോകരുത്. പരിശുദ്ധാത്മാവ് നിറവ് പ്രാപിച്ച അപ്പോസ്തലന്മാർ യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും സുവിശേഷം അറിയിച്ചു. ദൈവം എന്ത് ചെയ്തു? ദൈവം അവരോട് കൂടെ പ്രവർത്തിച്ച്, മർക്കോസ് 16:20 ഓർമ്മയുണ്ടെങ്കിൽ, ദൈവം അവരോട് കൂടെ പ്രവർത്തിച്ച് അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു പോന്നു. 16:20 നമുക്കൊന്ന് വായിക്കാം. മർക്കോസ് അവസാനത്തെ വാക്യമാണ് 16:20. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു, കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. അപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം നാം അഭിമുഖീകരിക്കേണ്ടത്, ഈ പ്രവൃത്തി, ഈ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം തീരുന്നതോടുകൂടി തീർന്നോ? ഇല്ല, തീർന്നിട്ടില്ല. ഈ പ്രവൃത്തി പരിശുദ്ധാത്മാവ് ഇന്നും തുടരുന്നു. അതുകൊണ്ട് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എഴുതി തീരാത്ത, നാം എഴുതി തീർക്കേണ്ട, ഞാനും നിങ്ങളും എഴുതി തീർക്കേണ്ട ഒരു പുസ്തകം ആണ് എന്ന് ഓർത്തിരിക്കുക. ആകെ എഴുതി തീരാത്ത ഒരു പുസ്തകം വേദപുസ്തകത്തിലുണ്ടെങ്കിൽ അത് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളാണ്. അത് എഴുതി തീർക്കുവാനുള്ള ഉത്തരവാദിത്വം, അതിനുള്ള വെല്ലുവിളിയാണ് നമ്മളുടെ മുമ്പിലുള്ളത് എന്ന് ഓർക്കുക. ഈ പുസ്തകം വാസ്തവത്തിൽ ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ പ്രവൃത്തികളാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ചിട്ട്, കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത കർത്താവായ യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ തൻ്റെ ശിഷ്യന്മാർ വഴി പ്രവൃത്തി തുടരുന്നതാണ് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ. മനസ്സിലായല്ലോ. ആക്ട്സ് ഓഫ് ദി റിസൺ ആൻഡ് അസെൻഡഡ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ് വർക്കിംഗ് ഓൺ ബൈ ദ ഹോളി സ്പിരിറ്റ് ത്രൂ ഹിസ് ഡിസൈപ്പിൾസ്. ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത കർത്താവായ യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ തൻ്റെ ശിഷ്യന്മാർ വഴി പ്രവൃത്തി തുടരുന്നതാണ് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ. അതുകൊണ്ട് ഈ പുസ്തകത്തെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ എന്നും വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ആക്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്ന് പറയുന്നത് കൂടെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ എന്നും വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഈ പുസ്തകത്തിൽ 12 അപ്പോസ്തലന്മാരുടെയും പേരുകളുണ്ട് കേട്ടോ. 1-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നോക്കുക. 12 അപ്പോസ്തലന്മാരുടെയും പേരുകളുണ്ട്. കൂടാതെ അപ്പോസ്തലന്മാർ എന്ന കളക്റ്റീവ് റെഫറൻസ് എല്ലാ അപ്പോസ്തലന്മാരെയും കുറിച്ച് ഒരുമിച്ച് ചേർത്ത് അപ്പോസ്തലന്മാർ എന്ന് 23 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ 2 അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളാണ്, പ്രസംഗങ്ങളാണ് കൂടുതൽ വിശദീകരിച്ചിട്ടുള്ളത്. ആരൊക്കെയാണ്? പത്രോസും പൗലോസും. യഹൂദന്മാരുടെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന പത്രോസും ജാതികളുടെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന പൗലോസും. ഈ 2 പേരുടെയാണ് കൂടുതൽ. എന്നാൽ അപ്പോസ്തലന്മാർ എന്ന്
23 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യമാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, നമുക്ക് വായിക്കാം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും. ഈ വാക്യത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ സാക്ഷികളാകും എന്നുള്ളതാണ്. മനസ്സിലായല്ലോ? എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത്? എൻ്റെ സാക്ഷികൾ ആകും എന്നുള്ളത്. ആ സാക്ഷികളാകാനായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾക്ക് ശക്തി ലഭിക്കും. പക്ഷെ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അവൻ്റെ സാക്ഷികൾ ആകുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പുസ്തകം പരിശോധിക്കുകയാണെങ്കിൽ 30-ലധികം പ്രാവശ്യം സാക്ഷികൾ, വിറ്റ്നസസ് എന്ന പ്രയോഗം, ആ വാക്ക് ഈ പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് കാണാം. എന്താണ് സാക്ഷി എന്ന് പറഞ്ഞാൽ? സാക്ഷി എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്നത് പോലെ സാക്ഷ്യം പറയുന്നവനെന്നല്ല, രക്തസാക്ഷിയാകാൻ തയ്യാറുള്ളവനെന്നാണ് അർത്ഥം. അതുകൊണ്ട് നമ്മൾ ഈ പുസ്തകം പരിശോധിക്കുമ്പോൾ കർത്താവിന് വേണ്ടി തങ്ങളുടെ ജീവൻ വെച്ചുകൊടുത്ത അനേകം ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തെഫാനോസ്, പിന്നെ യാക്കോബ് അപ്പോസ്തലൻ, അങ്ങനെ എത്രയോ ആളുകൾ. അതുപോലെ തന്നെ പല ആളുകളെയും പിടിച്ച് തടവിലാക്കിയ ശൗലിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ എത്രയോ പേര് പറയാത്ത എത്രയോ ആളുകൾ. അപ്പോൾ അങ്ങനെ അവരുടെ ജീവൻ കർത്താവിനായിട്ട് വെച്ചു കൊടുക്കുവാൻ തയ്യാറാകുന്ന ഒരു മാനസിക അവസ്ഥയ്ക്കാണ് എന്ത് പറയുന്നത്? സാക്ഷി എന്ന്. അല്ല, നമ്മുടെ സഭകളിലും നമ്മുടെ യോഗങ്ങളിലും ഒക്കെ ആളുകൾ പറയുന്ന സാക്ഷ്യത്തെ അല്ല സാക്ഷി എന്ന് പറയുന്നത്. കർത്താവിന് വേണ്ടി ജീവിക്കുകയും കർത്താവിന് വേണ്ടി മരിക്കാൻ തയ്യാറാകുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെയാണ് യേശുവിൻ്റെ സാക്ഷി എന്ന് പറയുന്നത്. അപ്പം 30-ലധികം പ്രാവശ്യം ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. എൻ്റെ സാക്ഷികളാകും എന്നതാണ് പ്രധാനപ്പെട്ട ചിന്ത. അവർ സാക്ഷിച്ച സ്ഥലങ്ങൾ ഈ പുസ്തകത്തിനകത്തുണ്ട്. 1-ാമത് യെരുശലേം, 2-ാമത് യഹൂദ്യ, 3-ാമത് ശമര്യ, 4-ാമത് ഭൂമിയുടെ അറ്റം അല്ലെങ്കിൽ ലോകം മുഴുവൻ. എന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന ഗ്രാമം, നമ്മൾ താമസിക്കുന്ന പട്ടണം, നമ്മൾ താമസിക്കുന്ന രാജ്യം മാത്രമല്ല, ലോകം മുഴുവൻ, വിദേശ രാജ്യങ്ങളിലും ആഗോള വ്യാപകമായിട്ട് ഈ ജോലി അല്ലെങ്കിൽ ഈ ദൗത്യം ഏറ്റെടുക്കാനായിട്ടാണ് ഈ പുസ്തകം നമ്മളെ പ്രചോദിപ്പിക്കുന്നത്. നമുക്ക് സാക്ഷിക്കുവാനായിട്ട് അല്ലെങ്കിൽ ജീവൻ വെച്ച് കർത്താവിന് വേണ്ടി നിലപാടെടുക്കാനായിട്ട് ശക്തിയും കൃപയും നൽകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞത്. മുമ്പോട്ട് പോകാം. ഈ പുസ്തകത്തിനാകെ 28 അധ്യായങ്ങളാണ് ഉള്ളത്. ഈ 28 അധ്യായങ്ങളെ പഠന സൗകര്യത്തിനായിട്ട് 2ആയിട്ട് വിഭജിക്കാം. 1 മുതൽ 12 വരെ, 13 മുതൽ 28 വരെ. 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിൽ പത്രോസിൻ്റെ നേതൃത്വത്തിലുള്ള സുവിശേഷ ഘോഷണം പ്രധാനമായിട്ട് യഹൂദന്മാരുടെ ഇടയിലാണ്. യെരുശലേം, യഹൂദ്യ, ശമര്യ മുതലായ സ്ഥലങ്ങളിൽ. 13 മുതൽ 28 വരെയുള്ള അധ്യായങ്ങളിൽ പൗലോസിൻ്റെ നേതൃത്വത്തിലുള്ള സുവിശേഷ ഘോഷണമാണ് കാണുന്നത്. അത് പ്രധാനമായിട്ടും ജാതികളുടെ ഇടയിൽ ഭൂമിയുടെ അറ്റത്തോളം സുവിശേഷം അദ്ദേഹം എത്തിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് രണ്ടും നിങ്ങൾ 2 കോളം വരച്ചിട്ട് 1 മുതൽ 12 വരെ, 13 മുതൽ 18 വരെ എന്ന് എഴുതുകയാണെങ്കിൽ ചില കാര്യങ്ങൾ പ്രത്യേകം നമുക്ക് ഓർത്തിരിക്കാനായിട്ട് സാധിക്കും. ആദ്യത്തെ 12 അധ്യായങ്ങളിൽ പ്രവർത്തനത്തിൻ്റെ സ്ഥിരാകേന്ദ്രം യെരുശലേമായിരുന്നു. 13 മുതൽ 28 വരെയുള്ള അധ്യായങ്ങളിൽ പ്രവർത്തനത്തിൻ്റെ സ്ഥിരാകേന്ദ്രം അന്ത്യോക്യ. 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് പത്രോസ്. 13 മുതൽ 28 വരെയുള്ള അധ്യായങ്ങളിൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് പൗലോസ്. സുവിശേഷം പ്രചരിച്ച സ്ഥലങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 12 അധ്യായങ്ങളിൽ സുവിശേഷം പ്രചരിച്ചത് യെരുശലേമിൽ, യഹൂദ്യയിൽ, ശമര്യയിൽ, യഹൂദന്മാരുടെ ഇടയിലാണ്. എന്നാൽ 13 മുതൽ 28 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ നോക്കുമ്പോൾ സുവിശേഷം പ്രചരിച്ചത് ഭൂമിയുടെ അറ്റത്തോളം, ലോകം മുഴുവൻ, എല്ലാ ജാതികളും സുവിശേഷത്താൽ അനുഗ്രഹിക്കപ്പെടുന്നതാണ് നാം കാണുന്നത്. ഇവർ പ്രസംഗിച്ച സുവിശേഷ സന്ദേശം എന്തായിരുന്നു എന്ന് പരിശോധിക്കുമ്പോൾ ആദ്യത്തെ 12 അധ്യായങ്ങളിൽ പത്രോസിൻ്റെ നേതൃത്വത്തിലുള്ള സുവിശേഷ പ്രവർത്തനം യഹൂദന്മാരുടെ ഇടയിലായിരുന്നതുകൊണ്ട് മാനസാന്തരപ്പെടുക, റിപ്പൻറ്റ് എന്നതായിരുന്നു പ്രധാനപ്പെട്ട സന്ദേശം. ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ മാനസാന്തരപ്പെട്ട് എന്നല്ലേ പറഞ്ഞത്, നിങ്ങൾ മാനസാന്തരപ്പെടുക. എന്നാൽ 13 മുതൽ 28 വരെയുള്ള അധ്യായങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ്റെ പ്രവർത്തനം ലോകം മുഴുവൻ വ്യാപിച്ചപ്പോൾ അദ്ദേഹം പ്രസംഗിച്ചത് വിശ്വസിക്കുക. ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ എന്ത് പറഞ്ഞു? കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. 16-ാം അധ്യായത്തിൻ്റെ 30-32 വാക്യങ്ങൾ. മാനസാന്തരപ്പെടുക 2-ാം അധ്യായത്തിൻ്റെ 36 മുതൽ 38 വരെ. ഒരു കാര്യം കൂടെ നമുക്ക് നോക്കിയാൽ
ഈ കാര്യം ഗ്രഹിക്കാൻ പറ്റും. ആദ്യത്തെ 12 അധ്യായങ്ങൾ അവസാനിക്കുന്നത് പത്രോസ് തടവിലാകുന്നതോടുകൂടിയാണ്. അവസാനത്തെ അല്ലെങ്കിൽ 13 മുതൽ 28 വരെയുള്ള അധ്യായങ്ങൾ അവസാനിക്കുന്നത് പൗലോസ് തടവിലാകുന്നതോടുകൂടിയാണ്. 12-ാം അധ്യായത്തിൽ പത്രോസ് തടവിൽ, 28-ാം അധ്യായത്തിൽ പൗലോസ് തടവിൽ. കണ്ടോ? അപ്പോൾ അവർ രക്തസാക്ഷികളാകാൻ തയ്യാറാകുന്നു, പീഡനത്തിൽ കൂടി കടന്നു പോകുന്നു. ഇങ്ങനെയാണ് ഈ പുസ്തകം ഗ്രഹിക്കേണ്ടത്. അതൊരു ചെറിയ ഉൾക്കാഴ്ചയാണ്. കുറച്ചുകൂടെ നമ്മളൊന്ന് വിശദീകരിക്കുകയാണെങ്കിൽ ആദ്യത്തെ 12 അധ്യായങ്ങൾ എടുക്കുക. ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തു തൻ്റെ പ്രവൃത്തി തുടരുന്നു. ഉയർപ്പ് കൊണ്ട്, സ്വർഗാരോഹണം കൊണ്ട് പ്രവൃത്തി തീരുന്നില്ല. 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ കാണിച്ചു കൊടുത്തു. താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. കണ്ടോ? അപ്പൊ താൻ മരിച്ചു, അടക്കപ്പെട്ടു, ഇനി ഇല്ല എന്ന് ആളുകൾ വിചാരിച്ചെങ്കിൽ, ഇല്ല, ഞാൻ ജീവിച്ചിരിക്കുന്നു, ഞാൻ എന്നേക്കും ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങൾ. അതെന്തിനാ അങ്ങനെ കാണിച്ചു കൊടുത്തത്? അവർക്കതൊന്നും ബോധ്യം വരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് 40 നാളോളം എങ്ങനെ ഇരുന്നു? താൻ ഉയർത്തെഴുന്നേറ്റ ഒരു ശരീരത്തിൽ തന്നെയാണ് ഇരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? 40 നാളോളം ആ ശരീരം തന്നെ അവർ കാണത്തക്ക തരത്തിൽ 40 നാളോളം അവിടെ താഴെ നമ്മൾ വായിക്കുകയാണെങ്കിൽ 2-ാം വാക്യം, അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി. 40 നാളോളം എങ്ങനെ പ്രത്യക്ഷനായി? ആ ശരീരത്തിൽ തന്നെ. അതുകൊണ്ടാണ് അവർക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചത്. താൻ ജീവിച്ചിരിക്കുന്നു എന്ന് 40 നാളോളം ഉയർത്തെഴുന്നേറ്റ ശരീരം കണ്ടിട്ടാണ് അവർക്ക് ബോധ്യം വന്നത്. എന്നിട്ട് 50-ാം ദിവസം പരിശുദ്ധാത്മാവിൻ്റെ വരവ്, പെന്തക്കോസ്ത് നാൾ. പെന്തക്കോസ്ത് എന്ന് പറഞ്ഞാൽ 50-ാം ദിവസം എന്നാണ്. ഇപ്പം നമുക്ക് വേറെ പല അർത്ഥങ്ങളാണ് ഉള്ളത്. 50-ാം ദിവസം പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അപ്പോൾ അവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ. കാൽവറി ഒരിക്കൽ മാത്രമുള്ളതാണ്. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതും ഒരിക്കൽ മാത്രമുള്ളതാണ്, ആവർത്തിക്കാൻ കഴിയുകയില്ല. ദർ ഈസ് ഓൺലി വൺ കാൽവറി, ദർ ഈസ് ഓൺലി വൺ റിസറക്ഷൻ, ദർ ഈസ് ഓൺലി വൺ പെന്തക്കോസ്റ്റ് ആൻഡ് ദർ ഈസ് ഓൺലി വൺ സെക്കൻഡ് കമ്മിങ്. മനസ്സിലായോ? കാൽവറി ക്രൂസ് ഒരിക്കൽ മാത്രം, ഉയർത്തെഴുന്നേൽപ്പ് ഒരിക്കൽ മാത്രം, പെന്തക്കോസ്റ്റ് ഒരിക്കൽ മാത്രം, യേശുവിൻ്റെ 2-ാം വരവും ഒരിക്കൽ മാത്രം. എന്നാൽ പെന്തക്കോസ് വരുത്തിയ മാറ്റം എന്താണെന്നുള്ളത് നമ്മൾ ഗ്രഹിക്കണം. സഭയാം ദേവാലയത്തിൽ ദൈവാത്മാവ് നിറഞ്ഞു എന്നുള്ളതാണ് പെന്തക്കോസ് വരുത്തിയ ഏറ്റവും വലിയ മാറ്റം. ഒരുപക്ഷെ നമ്മൾ പെരിഫറലായിട്ട് നോക്കുമ്പോൾ അന്യഭാഷ പറഞ്ഞു, അത്ഭുതങ്ങൾ കണ്ടു എന്നുള്ളതൊക്കെ ആയിരിക്കാം. എന്നാൽ ആഴത്തിൽ ചിന്തിക്കുമ്പോൾ സഭയാം ദേവാലയത്തിൽ ദൈവാത്മാവ്, ദൈവ തേജസ് നിറഞ്ഞു. പഴയ നിയമത്തിലേക്കൊന്ന് പോയാൽ പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം 34-35 വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ടാബർനാക്കിൾ, സമാഗമന കൂടാരം നമുക്ക് കാണാം. അതൊരു എംപ്റ്റി ടെൻറ്റ് ടിൽ ഗോഡ്സ് ഗ്ലോറി ഫീൽഡ് ഇറ്റ്, അല്ലേ? ദൈവ തേജസ് വന്ന് നിറയുന്നത് വരെ അത് വെറും ഒരു കൂടാരം, ഒരു താൽക്കാലിക കൂടാരം. നമുക്ക് പുറപ്പാട് 40-ന്റെ 34-35 വാക്യങ്ങൾ വായിച്ചാൽ എന്താണ് വാസ്തവത്തിൽ ദൈവ തേജസ് നിറഞ്ഞപ്പോൾ അവിടെ ആർക്കും ശുശ്രൂഷിക്കുവാൻ നിൽക്കാൻ കഴിയാത്ത തരത്തിൽ ദൈവത്തിൻ്റെ തേജസ് ആ തിരുനിവാസത്തെ അല്ലെങ്കിൽ സമാഗമന കൂടാരത്തെ നിറയ്ക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി, യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചു. മേഘം സമാഗമന കൂടാരത്തിന്മേൽ അധിവസിക്കുകയും യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറയ്ക്കുകയും ചെയ്തതുകൊണ്ട് മോശയ്ക്ക് അകത്ത് കടപ്പാൻ കഴിഞ്ഞില്ല. കണ്ടോ? അതുപോലെ തന്നെ മുമ്പോട്ട് പോയാൽ രാജാക്കന്മാരുടെ പുസ്തകം, 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ ശലോമോൻ ഒരു ആലയം പണിത് പ്രതിഷ്ഠിച്ചപ്പോൾ ഇറ്റ് വാസ് അൻ എംപ്റ്റി ടെമ്പിൾ ടിൽ ദ ഗ്ലോറി ഓഫ് ഗോഡ് കെയിം, അല്ലേ? ദൈവ തേജസ് അതിനെ നിറയ്ക്കുന്നത് വരെ. നിറച്ചപ്പോൾ ഇതേ കാര്യമാണ് സംഭവിച്ചത്. 8-ന്റെ 10-11 വാക്യങ്ങൾ. പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ മേഘം യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞു. യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരുന്നത് കൊണ്ട് മേഘം നിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടതിന് നിൽപ്പാൻ പുരോഹിതന്മാർക്ക് കഴിഞ്ഞില്ല. ഇന്ന് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, പെന്തക്കോസ്ത് നാളിൽ ഇതുപോലെ ദൈവസഭയിലേക്ക് ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നേക്കും നമ്മളുടെ കൂടെ വസിക്കുന്നതിനായിട്ട്, വന്നേച്ച് പോകുന്നതിനല്ല, എന്നേക്കും നമ്മുടെ കൂടെ വസിപ്പാനായിട്ട് വന്നു. എന്നിട്ട് ഈ സഭയാം ദൈവാലയത്തെയും നമ്മെയും പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാക്കി മാറ്റി. 1 കൊരിന്ത്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വന്നിട്ട്
നമ്മൾ അവന്റെ മന്ദിരമായിട്ട് മാറുന്നതിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങൾ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. സോ ഗോഡ്സ് ഗ്ലോറി കമ്മിങ് ഇൻ ടു ദി ടാബർനാക്കിൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ ദൈവ തേജസ് നമ്മുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ സഭയാം ദൈവാലയത്തിലേക്ക് ഇറങ്ങി വന്നതാണ് പെന്തക്കോസ്ത് ദിവസം സംഭവിച്ചത്. അതുകൊണ്ട് നമ്മൾക്ക് ആർക്കും നിന്ന് ശുശ്രൂഷിക്കാനൊക്കെയല്ല, ശുശ്രൂഷിക്കുന്നത് ആരാ? പരിശുദ്ധാത്മാവാണ്. ആ അളവിലേക്ക് സഭ മടങ്ങി വരണം. അതിനകത്തൊക്കെ ഒരുപാട് വീഴ്ച വന്നിരിക്കുന്നത് കൊണ്ടാണ് സഭ ഇന്ന് വികലമായിട്ടിരിക്കുന്നത്. ഏതാണെങ്കിലും പെന്തക്കോസ്തിന് തൊട്ട് പിന്നാലെ പത്രോസിൻ്റെ ഒരു പ്രഭാഷണമാണ് നമ്മൾ കാണുന്നത്. ആ പ്രഭാഷണത്തോടു കൂടിയാണ് വാസ്തവത്തിൽ സഭ ജനിക്കുന്നത്. എന്താണ് സഭ? സഭയെന്ന് പറഞ്ഞാൽ എക്ലീഷ്യ, വിളിച്ച് വേർതിരിക്കപ്പെട്ടവർ, കോൾഡ് ഔട്ട് വൺസ് എന്നാണ്. ദൈവത്തിനായിട്ട് ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവർ. അവർ പരിശുദ്ധാത്മ നിറവും കൂടെ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു അവരുടെ ഫങ്ഷൻ ഓഫ് ദി ഏർലി ചർച്ച്? 2-ാം അധ്യായത്തിൻ്റെ 41-42 വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി, പ്രാർത്ഥന കഴിച്ചു. ഈ കാര്യങ്ങളിൽ അവർ ഉറ്റിരുന്നു എന്നാണ്. നമുക്ക് വായിക്കാം 2-41-42 വാക്യങ്ങൾ. അവർ അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവനോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി, പ്രാർത്ഥനയിൽ ഉറ്റിരുന്നു. ഇംഗ്ലീഷിലൊക്കെ വായിക്കുകയാണെങ്കിൽ ദേ ഡിവോട്ടഡ് ദംസെൽസ്, ദേ കണ്ടിന്യൂഡ് സ്റ്റെഡ്ഫാസ്റ്റ്ലി, നിരന്തരം ഈ കാര്യങ്ങളിൽ തന്നെ. അപ്പൊ ദൈവസഭ ഇന്നും എന്തിനാ ഉറ്റിരിക്കേണ്ടത്? ദൈവവചനം കേൾക്കുന്നതിൽ, കൂട്ടായ്മ ആചരിക്കുന്നതിൽ, അപ്പം നുറുക്കുന്നതിൽ, പ്രാർത്ഥനകളിൽ. അങ്ങനെ ഇരിക്കുന്ന ഒരു ജീവിതചര്യയാണ് 1-ാം നൂറ്റാണ്ടിലെ സഭയ്ക്കുണ്ട്. അതുകൊണ്ട് സഭയ്ക്ക് എന്ത് സംഭവിച്ചു? ഇത് ഒരു 120 ചർച്ച് ഗ്രോത്ത്, സഭയുടെ വളർച്ച നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം നോക്കിയാട്ടെ, 120 പേരിലാണ് തുടങ്ങിയത്. 120 പേരാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ 120 പേര് കൂട്ടിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് പരിശുദ്ധാത്മാവ് വന്നത്. 2-ാം അധ്യായത്തിന്റെ 41-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ആ 120 എത്രയായിട്ട് മാറി? 3000 പേരോളം. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റെന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. 3000-ഓളം പേർ. 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആ 3000 എന്നുള്ളത് 5000 പുരുഷന്മാരായിട്ട് വർദ്ധിക്കുന്നത് നമുക്ക് കാണാം. എന്നാൽ വചനം കേട്ടവരിൽ പലരും വിശ്വസിച്ചു. പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ഓളമായി. അപ്പൊ 5000-ന് കൂടെ ഇനി എന്തുകൂടെ ചേർക്കണം? സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ ചേർക്കണം കേട്ടോ. പുരുഷന്മാര് 5000-ഓളം. 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അത് 5000-ൽ നിൽക്കുന്നില്ല. മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ച് ചേർന്ന് വന്നു. മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ച് ചേർന്ന് വന്നു. അപ്പൊ ഇതുവരെ അഡീഷൻ ആയിരുന്നു. ഇനി മൾട്ടിപ്ലിക്കേഷനിലേക്ക് പോവുകയാണ്. 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ, അപ്പൊ ഇതുവരെ ആഡഡ് ഉണ്ടായിരുന്നു കേട്ടോ. ചർച്ചിനോട് ആഡഡ്, അഡീഷൻ ആയിരുന്നു. ഇപ്പൊ എന്തായി? പെരുകി, മൾട്ടിപ്ലിക്കേഷൻ ആയി. 7-ാം വാക്യത്തിൽ 6-7 പറയാണ് ഏറ്റവും പെരുകി. 6-7 ദൈവവചനം പരന്നു, യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. 9-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വീണ്ടും നമ്മൾ പെരുകി എന്നുള്ള ഉണ്ടോ, മൾട്ടിപ്ലിക്കേഷൻ കണ്ടിന്യൂസ്. വീണ്ടും സഭയിലേക്ക് ആളുകൾ ചേരുന്നതിന്റെ എണ്ണം മൾട്ടിപ്ലൈഡ് ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ യഹൂദ്യ, ഗലീല, ശമരി എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീക വർധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനയിലും നടന്നും പെരുകിക്കൊണ്ടിരുന്നു. 11-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തില് വലിയൊരു കൂട്ടം വിശ്വസിച്ചു എന്ന് നാം കാണുന്നു. വലിയൊരു കൂട്ടം, എ മൾട്ടിറ്റ്യൂഡ്, ബിഗ് മൾട്ടിറ്റ്യൂഡ്. 11-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തില് കർത്താവിന്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു, വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞു. 12-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മേൽക്കുമേൽ ഇത് പരക്കുകയും ആളുകൾ പിന്നെയും സഭയോട് ചേരുകയും ചെയ്യുന്നത് നാം കാണുന്നു. എന്നാൽ ദൈവവചനം മേൽക്കുമേൽ പരന്നു. അപ്പം ഇങ്ങനെ 12-ാം അധ്യായം വരെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ചരിത്രത്തിലേക്കൊന്ന് തിരിയുകയാണെങ്കിൽ ആദ്യത്തെ 7 വർഷം കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ. അതുകൊണ്ടാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ 5000 കഴിഞ്ഞപ്പോൾ പിന്നെ എന്ത് കണക്കൊക്കെ വിട്ടു ഇല്ലേ? ശ്രദ്ധിച്ചായിരുന്നു ആരെങ്കിലും? 120-ഉം 3000-ഉം 5000-ഉം ഒക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അനവധി പേര് ചേർന്നെന്നും പെരുകിയെന്നും ഒക്കെ പറഞ്ഞു. കാരണം അത് എണ്ണ എടുക്കാൻ കഴിയാത്ത തരത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ സഭയോട് ചേരുന്ന ഒരു പ്രതിഭാസം ഉണ്ടായി. അങ്ങനെയാണ് സഭ വളർന്നത്. ആ തരത്തിൽ ഇന്നും സഭ വളരേണ്ടതാണ്. നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ 3-ാം അധ്യായത്തില്
അപ്പോസ്തലന്മാരിൽ നടന്ന ആദ്യത്തെ അത്ഭുതം നമുക്ക് കാണാം. പത്രോസിൻ്റെ പ്രസംഗം, അപ്പോസ്തലന്മാരുടെ ആദ്യത്തെ പ്രസംഗം, 3-ാം അധ്യായത്തിൽ അപ്പോസ്തലന്മാർ ചെയ്ത ആദ്യത്തെ അത്ഭുതം, അതുപോലെ തന്നെ പത്രോസിൻ്റെ 2-ാമത്തെ പ്രസംഗം. ഇങ്ങനെ അപ്പോസ്തലന്മാർ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ, പുസ്തകത്തിൻ്റെ പേര് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ, അവർ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ പീഡനം ആരംഭിക്കുന്നതാണ് 4-ാം അധ്യായം മുതൽ നാം കാണുന്നത്. മനസ്സിലായല്ലോ? പീഡനങ്ങൾ ആരംഭിക്കുന്നു. 5ഉം 6ഉം ഒക്കെ 7ഉം 8ഉം അധ്യായങ്ങളൊക്കെ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ സഭ നേരിട്ട പരീക്ഷണങ്ങളും വിജയങ്ങളും അത് പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടതാണ്. 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ സഭയ്ക്ക് നേരിട്ട ഒരു വലിയ പരീക്ഷയാണ്. 2 പേര് വ്യാജം കാണിച്ചു, അല്ലേ? അനന്യാസും സഫീറയും. പക്ഷെ അതുകൊണ്ട് സഭ തകർന്നു പോയില്ല. 5ന്റെ 12 മുതൽ 16 വരെ വായിച്ചാൽ സഭയ്ക്ക് ഉണ്ടായ വലിയൊരു വിജയം. 14-ാം വാക്യം മാത്രം വായിക്കാം. 5:14. മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ച് ചേർന്ന് വന്നു. അതിനകത്ത് മുകളിലും താഴെയൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുകയാണെങ്കിൽ നിഴല് വീഴാൻ വേണ്ടി രോഗികളെ പുറത്തു കൊണ്ടുവന്ന് കിടത്തി വലിയ അത്ഭുതങ്ങൾ നടന്നു എന്നൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം 2 പേര് വ്യാജം കാണിച്ചത് ഒരു പ്രലോഭനം, ഒരു പരീക്ഷയായിരുന്നെങ്കിൽ സഭ അതിനെ അതിജീവിച്ചു. 17-ാം വാക്യത്തിൽ 2ാമത് സഭയ്ക്ക് നേരിട്ട ഒരു വെല്ലുവിളി, ഒരു പരീക്ഷ പറഞ്ഞിട്ടുണ്ട്. 17-ാം വാക്യം. പിന്നെ മഹാപുരോഹിതനും സദൂക്യരുടെ മതക്കാരായ അവന്റെ പക്ഷക്കാരൊക്കെയും അസൂയ നിറഞ്ഞെഴുന്നേറ്റ് അപ്പസ്തോലന്മാരെ പിടിച്ച് പൊതു തടവിലാക്കി. അതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടായോ? 19-20 വാക്യങ്ങൾ നോക്കിയാൽ അതിൽ നിന്നും വിജയം ലഭിക്കുന്നത് നമുക്ക് കാണാം. രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ കാരാഗൃഹവാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. ദേവാലയത്തിൽ ചെന്ന് ഈ ജീവന്റെ വചനം എല്ലാ ജനത്തോടും പ്രസ്താവിപ്പിൻ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തീർന്നില്ല, വീണ്ടും പ്രതിസന്ധി വരികയാണ്. 27-28 വാക്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും പ്രതിസന്ധി വന്നു. 27-ാം വാക്യത്തിൽ നമുക്ക് കാണാം, അങ്ങനെ അവരെ കൊണ്ടുവന്നു ന്യായാധിപ സംഘത്തിന് മുൻപാകെ നിർത്തി മഹാപുരോഹിതൻ അവനോട്. അപ്പൊ അവിടെ വീണ്ടും പ്രതിസന്ധി, പക്ഷെ അവിടെയും ജയിക്കുന്നു. 29 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ അതിന് പത്രോസും ശേഷം അപ്പസ്തോലന്മാരും മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു, നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന. അവിടെ നിന്ന് തീർന്നില്ല. 33 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വീണ്ടും പ്രതിസന്ധി വരികയാണ്. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവരെ ഒടുക്കി കളയുവാൻ ഭാവിച്ചു. അപ്പോൾ അതെല്ലാം പ്രതിസന്ധിയാണ്. നിങ്ങൾ വായിക്കണം, പഠിക്കണം. എന്നാൽ അവിടുന്ന് കർത്താവ് കൊടുത്ത വിജയം 41-42 വാക്യങ്ങൾ. തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി. പിന്നെ അവർ ദിനംപ്രതി ദേവാലയത്തിലും വീടുതോറും വിടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തു എന്ന് സുവിശേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ അവര് യെരുശലേമിനെ അവരുടെ ഉപദേശം കൊണ്ട് നിറച്ചു. സുവിശേഷം അവിടെ എല്ലാം പ്രചരിക്കുവാനിടയായി. പക്ഷേ പീഡനം തുടർന്നു. 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ അവർ പിറുപിറുത്തു എന്ന് നമുക്ക് കാണാം. പല പരാതികളുണ്ടായി. പക്ഷേ അപ്പോസ്തലന്മാർ അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ട് അവർ പറഞ്ഞു, ഞങ്ങളോ വചന ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും ഉറ്റിരിക്കും. 4-ാം വാക്യം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അവര് വന്ന പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ചു. അപ്പൊ സഭയ്ക്ക് എപ്പോഴും എന്തുണ്ടാകും? വെല്ലുവിളി ഉണ്ടാകും. ഭരണകർത്താക്കളുടെ ഭാഗത്തു നിന്നൊന്നും എപ്പോഴും അനുകൂലമായ നിലപാടൊന്നും ഉണ്ടാകുകയല്ല. എന്നാൽ അതിൻ്റെയൊക്കെ നടുവിൽ അതിനെയൊക്കെല്ലാം അതിജീവിക്കുന്ന ഒരു വിശ്വാസം ആണ് അപ്പോസ്തലന്മാരൊക്കെ കാണിച്ചത്. ഇത് അടുത്ത അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആദ്യ രക്തസാക്ഷിയെ കാണാം, ഇല്ലേ? 7-ാം അധ്യായത്തിൽ സ്തെഫാനോസ്. പിന്നെ 8-ാം അധ്യായത്തിൽ ഈ പീഡനം തുടരുകയാണ്. 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമുക്ക് വായിക്കാം. 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അന്ന് യെരുശലേമിലെ സഭയ്ക്ക് വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദ്യ ശമര്യ ദേശങ്ങളിൽ ചിതറിപ്പോയി. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? സുവിശേഷം ശമര്യയിലെത്തി. മനസ്സിലായോ? അത് മാത്രമല്ല, 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ശൗല് മാനസാന്തരപ്പെട്ട് പൗലോസായി. 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സുവിശേഷം ജാതികളുടെ അടുക്കലും എത്തുകയാണ്. കൊർന്നല്യോസിന്റെ ഭവനത്തിൽ ജാതികളുടെ പെന്തക്കോസ് എന്ന് വേണമെങ്കിൽ അതിനെക്കുറിച്ച് പറയാം. 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അന്ത്യോക്യ ജാതികളുടെ സഭയുടെ കേന്ദ്രമായി മാറുന്നു. 11-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 11-ാം അധ്യായത്തിന്റെ 19, 20, 21 വാക്യങ്ങൾ. സ്തെഫാനോസ് നിമിത്തമുണ്ടായ ഉപദ്രവം ഹേതുവാൽ ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ ഫൊയ്നിക്യ, കുപ്രോസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചു. അവരിൽ ചിലർ കുപ്രോസുകാരും കുറേനക്കാരുമായിരുന്നു. അവർ അന്ത്യോക്യയിൽ എത്തിയ ശേഷം യവനന്മാരോടും കർത്താവായ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. കർത്താവിന്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു. വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞു. യവനന്മാരുടെ കൂട്ടത്തിൽ വലിയൊരു കൂട്ടം വിശ്വസിച്ച് അന്ത്യോക്യ കേന്ദ്രമായിട്ട് സഭ ജാതികളുടെ ഇടയിലും പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങി. ഇത്രയൊക്കെ ആയപ്പോൾ 12-ാം അധ്യായത്തിൽ പത്രോസ്
തടവിൽ ദൈവം വിടുവിക്കുന്നു. അങ്ങനെയാണ് ആദ്യത്തെ ഭാഗം അവസാനിക്കുന്നത്. ഈ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് രണ്ടാം ഭാഗത്തേക്ക് പോകാം. യേശുവിനെ അനുഗമിച്ച ആദിമ വിശ്വാസികൾക്ക് 5 പ്രത്യേക പേരുകളാണ് ഈ പുസ്തകം നൽകുന്നത്. നമ്മളിന്ന് പറയുന്നത് പോലെ കത്തോലിക്കരെന്നോ ഓർത്തഡോക്സുകാരെന്നോ യാക്കോബക്കാരെന്നോ പെന്തക്കോസുകാരെന്നോ സ്വതന്ത്രന്മാരെന്നോ ഒന്നുമല്ല അവർക്കുണ്ടായിരുന്ന പേരുകൾ. പിന്നെ എന്തൊക്കെയായിരുന്നു അവരുടെ പേരുകൾ നമുക്ക് നോക്കാം. ശിഷ്യന്മാർ, സഹോദരന്മാർ, വിശുദ്ധന്മാർ, വിശ്വാസികൾ, ക്രിസ്ത്യാനികൾ. നമുക്ക് ഓരോ വാക്യങ്ങളെങ്കിലും ഒന്ന് വായിക്കാം. ശിഷ്യന്മാർ 6-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം നോക്കിയാട്ടെ. 6-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. ദൈവവചനം പരന്നു, യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം. ശിഷ്യന്മാരുടെ എണ്ണം 9-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. 9-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. ശിഷ്യന്മാരെന്നാണ് ആദ്യകാലത്ത് യേശു അങ്ങനെ പറഞ്ഞത്. ലോകത്തിലൊക്കെ പോയി എല്ലാവരെയും ശിഷ്യന്മാരാക്കിക്കൊള്ളുവീൻ. എന്നാൽ അനന്യാസ് എന്ന മറ്റൊരു ശിഷ്യൻ. ഇനി 13:52 അങ്ങനെ 13:52 കൂടെ വായിക്കാം. ശിഷ്യന്മാർ പരിശുദ്ധാത്മാവും സന്തോഷവും നിറഞ്ഞവരായി തീർന്നു. ശിഷ്യന്മാരെന്നാ പറഞ്ഞേക്കുന്നത്. ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി തീർന്നു. ഒത്തിരി വാക്യങ്ങളില് ശിഷ്യന്മാർ 14:28, 11:26 ഒക്കെ വായിക്കുക. ഇനി സഹോദരന്മാരെ നമുക്ക് നോക്കാം. 12-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം വായിച്ചാൽ 12:17 വായിക്കുകയാണെങ്കിൽ, അവർ മിണ്ടാതിരിപ്പാൻ അവൻ ആംഗ്യം കാട്ടി. കർത്താവ് തന്നെ തടവിൽ നിന്നും പുറപ്പെടുവിച്ച വിവരം പറഞ്ഞു കേൾപ്പിച്ചു. ഇത് യാക്കോബിനോടും ശേഷം സഹോദരന്മാരോടും ഉണ്ടോ. അപ്പം ശിഷ്യന്മാർ, സഹോദരന്മാർ. 9-ാം അധ്യായത്തിന്റെ 32-ാം വാക്യത്തില് വിശുദ്ധന്മാർ എന്ന് വിശ്വസിച്ചവരെ വിളിച്ചിരിക്കുകയാണ്. 9:32. പത്രോസ് എല്ലായിടത്തും സഞ്ചരിക്കയിൽ ലുദ്ദയിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ അടുക്കൽ ചെന്നു. പിന്നെ 2:44-ലും 4:32-ലും ഒക്കെ വിശ്വസിച്ചവരുടെ കൂട്ടം. അപ്പോൾ വിശ്വാസികൾ എന്നുള്ള പേരുണ്ട്. 11:26-ലാണ് ഈ ശിഷ്യന്മാർക്ക്, വിശ്വസിച്ചവർക്ക് എന്ത് പേരുണ്ടായി? ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി. 11-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യവും കൂടെ നമുക്ക് വായിക്കാം. അവർ ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടോ. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേര് ഉണ്ടായി. അപ്പോൾ ഈ പേരുകൾ, ഇന്ന് ഈ പേരുകൾക്കൊന്നും വലിയ പ്രസക്തിയില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ പേരുകൾ എല്ലാം നമ്മുടെ ദൗത്യത്തോട് ബന്ധപ്പെട്ടതാണ്. ശിഷ്യന്മാർ, സഹോദരന്മാർ, വിശുദ്ധന്മാർ, വിശ്വാസികൾ, ക്രിസ്ത്യാനികൾ. ഇന്ന് ക്രിസ്ത്യാനിയെ കിട്ടാനില്ലല്ലേ, നമുക്ക് മറ്റു പലതിനെയും കിട്ടും. അതുകൊണ്ട് ഈ തരത്തിൽ ആണ് 1-ാം നൂറ്റാണ്ടിൽ സുവിശേഷം പ്രചരിച്ചത് എന്ന് ഓർക്കുക. 13 മുതൽ 28 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ പൗലോസിൻ്റെ നേതൃത്വത്തിൽ സുവിശേഷം ഭൂമിയുടെ അറ്റത്തോളം പ്രചരിക്കുന്നതാണ് നാം കാണുന്നത്. അത് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല ഒരു രീതി എന്ന് പറയുന്നത് അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവചരിത്രത്തിലേക്ക് ഒരു ഉൾക്കാഴ്ച ഈ പുസ്തകത്തിൽ തന്നെ ഉണ്ട്. ഞാനത് ഇങ്ങനെ പറയാം. ഒന്നാമത് 7-ാം അധ്യായം, 7-8 അധ്യായങ്ങൾ വായിക്കുമ്പോൾ ശൗൽ സഭയെ പീഡിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയാണ് ശൗൽ രംഗപ്രവേശം ചെയ്യുന്നത്. എന്നാൽ 9-ാം അധ്യായത്തിൽ വരുമ്പോൾ താൻ ദമസ്കോസിലേക്ക് പോകുമ്പോൾ കർത്താവിനെ കണ്ടെത്തി മാനസാന്തരപ്പെടുന്നു. ഇതേക്കുറിച്ച് അദ്ദേഹം 22-ാം അധ്യായത്തിലും 26-ാം അധ്യായത്തിലും പിന്നീട് സാക്ഷ്യം പറയുന്നുണ്ട്. ആ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞ ഉടനെ തന്നെ പ്രസംഗം തുടങ്ങി. 9-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. മാനസാന്തരം കഴിഞ്ഞ ഉടനെ പൗലോസ് പ്രസംഗിക്കാനായിട്ട് തുടങ്ങി. അവൻ ദമസ്കോസിലുള്ള ശിഷ്യന്മാരോട് കൂടെ കുറെ നാൾ പാർത്തു. യേശു തന്നെ ദൈവപുത്രൻ എന്ന് പള്ളികളിൽ പ്രസംഗിച്ചു. ആണോ? യേശു തന്നെ ദൈവപുത്രൻ എന്ന് പള്ളികളിൽ പ്രസംഗിച്ചു. കേട്ടവർ എല്ലാവരും വിസ്മയിച്ചു. യെരുശലേമിൽ ഈ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നാശം ചെയ്തവൻ ഇവനല്ലയോ? ഇവിടെയും അവരെ പിടിച്ചുകെട്ടി മഹാപുരോഹിതന്മാരുടെ അടുക്കൽ കൊണ്ടുപോകുവാനല്ലോ അവൻ വന്നത് എന്ന് പറഞ്ഞു. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു, യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം യെരുശലേം സന്ദർശിക്കുന്നു. 9-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം വായിച്ചാൽ പ്രസംഗം തുടർന്നു. യെരുശലേമിലേക്ക് പോകുന്നു. അവൻ യെരുശലേമിൽ എത്തിയാറേ. അപ്പോൾ യെരുശലേമിൽ എത്തി അന്ത്യോക്യയിൽ ശുശ്രൂഷിക്കുന്നു. 11-ാം അധ്യായത്തിന്റെ 25-26 വാക്യങ്ങൾ നോക്കിയാൽ യെരുശലേമിൽ നിന്ന് അന്ത്യോക്യയിൽ എത്തിയ കാര്യം. അവർ ഒരു സംവത്സരം മുഴുവൻ സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. അന്ത്യോക്യയിൽ വെച്ച്. അപ്പോൾ അന്ത്യോക്യയിൽ എത്തി. അത് കഴിഞ്ഞിട്ട് അന്ത്യോക്യയിൽ വെച്ച് മിഷണറി യാത്രയ്ക്കായിട്ട് പ്രത്യേക നിയോഗം 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ വായിക്കുകയാണെങ്കിൽ 13-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ അവരെ പറഞ്ഞയച്ചു എന്ന് നാം വായിക്കുന്നുണ്ട്. സുവിശേഷ വേലയ്ക്കായിട്ട് വേർതിരിച്ചു, അവരെ പറഞ്ഞയച്ചു.
എന്നിട്ട് മിഷൻ യാത്രകളാണ്. ഒന്നാം മിഷണറി യാത്ര 13-14 അധ്യായങ്ങളിൽ. അത് കഴിഞ്ഞിട്ട് ദുരുപദേശം മാറ്റുന്നതിനായിട്ട് യെരുശലേം കൗൺസിൽ 15-ാം അധ്യായത്തിൽ. രണ്ടാം മിഷണറി യാത്ര, സുവിശേഷം യൂറോപ്പിലെത്തുന്നു 15 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ. പിന്നീട് മൂന്നാം മിഷണറി യാത്ര 18 മുതൽ 21 വരെയുള്ള അധ്യായങ്ങളിൽ. അവസാനം പൗലോസ് തടവിലായിട്ട് കൈസറെ അഭയം ചൊല്ലിയതുകൊണ്ട് റോമിലേക്ക് തടവുകാരനായിട്ട് യാത്ര ചെയ്യുന്നു 21 മുതൽ 28 വരെയുള്ള അധ്യായങ്ങൾ. അപ്പോൾ ഇത് പൗലോസിൻ്റെ ഒരു ജീവചരിത്രമാണ്. സംക്ഷിപ്തമായിട്ട് സഭയെ പീഡിപ്പിച്ചു, മാനസാന്തരപ്പെട്ടു, ക്രിസ്തുവിനെ പ്രസംഗിച്ചു, യെരുശലേം സന്ദർശിച്ചു, അന്ത്യോക്യയിൽ ശുശ്രൂഷ ചെയ്തു, മിഷണറി യാത്രയിലേക്ക് വന്നു. ഒന്നാം മിഷണറി യാത്ര, യെരുശലേം കൗൺസിൽ, രണ്ടാം യാത്ര, മൂന്നാം യാത്ര, തടവുകാരനായിട്ടുള്ള യാത്ര. ഈ കാര്യങ്ങളാണ് പിന്നുള്ള അധ്യായങ്ങളിൽ വിശദീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 13 മുതൽ 28 വരെയുള്ള അധ്യായങ്ങൾ പ്രധാനമായിട്ട് പൗലോസിൻ്റെ 3 മിഷണറി യാത്രകളും തടവുകാരനായി റോമിലേക്കുള്ള യാത്രയുമാണ് വിശദമാക്കുന്നത്. എല്ലാ യാത്രകളും ആരംഭിച്ചത് അന്ത്യോക്യയിൽ നിന്നാണ്. ശ്രദ്ധിക്കണം, കാരണം അവിടെയാണ് അദ്ദേഹത്തെ നിയോഗിച്ചയച്ചത്. അതുകൊണ്ട് യാത്ര കഴിഞ്ഞാൽ അദ്ദേഹം സഭയിൽ വന്ന് സംഭവിച്ച കാര്യങ്ങളുടെ ഒരു റിപ്പോർട്ട് കൊടുക്കും. എന്നിട്ടാണ് പിന്നെ അടുത്ത യാത്രയ്ക്കായിട്ട് പോകുന്നത്. ഇതിനകത്ത് മിഷൻ ട്രിപ്പുകൾ നടത്തേണ്ടതിൻ്റെ ഒരു രൂപരേഖ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒന്നാം യാത്രയുടെ ഫലമായിട്ട് ഏതെല്ലാം സ്ഥലങ്ങൾ സുവിശേഷീകരിച്ചു എന്ന് ചോദിച്ചാൽ, സെലൂക്യ, കുപ്രോസ് ദ്വീപിലെ സലാമീസ്, പാംഫോസ്, പെർഗ, പംഫുല്യ, പിസിദ്യയിലെ അന്ത്യോക്യ, ഇക്കോന്യ, ലുസ്ത്ര, ദർബ, അർച്ചല്യ, ഈ പ്രദേശങ്ങളിലെല്ലാം സുവിശേഷം വ്യാപിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതിൻ്റെ ഫലമായിട്ട് ഗലാത്യ സഭകൾ സ്ഥാപിതമായി. ആദ്യം സ്ഥാപിതമായത് ഗലാത്യ സഭകളാണ്. രണ്ടാം മിഷണറി യാത്രയുടെ ഫലമായിട്ട് സുവിശേഷം യൂറോപ്പിലെത്തി. യൂറോപ്പിൽ ആദ്യം വന്നത് ഫിലിപ്പിയയിലാണ്. പിന്നീട് ഫിലിപ്പിയയിൽ നിന്ന് തെസ്സലോനിക്ക, ബെരോവ, അഥേന അല്ലെങ്കിൽ ഏഥൻസ്, കൊരിന്ത്, എഫെസോസ്, കൈസരിയ മുതലായ സ്ഥലങ്ങളെല്ലാം സുവിശേഷം വ്യാപിക്കുവാനായിട്ട് ഇടയായി. അവിടെ സുവിശേഷം വ്യാപിക്കുകയും സഭകൾ സ്ഥാപിതമാകുകയും ചെയ്തു. മൂന്നാം യാത്രയിൽ, ആദ്യ യാത്രയിൽ വിശ്വാസത്തിലേക്ക് വന്ന സഭാ സമൂഹങ്ങളുള്ള സ്ഥലങ്ങൾ വീണ്ടും സന്ദർശിച്ചു. ഗലാത്യ ദേശം, ഫ്രുഗ്യ, തർസോസ്, ദർബ, ലുസ്ത്ര, ഇക്കോന്യ, അന്ത്യോക്യ മുതലായ സ്ഥലങ്ങൾ രണ്ടാമത് സന്ദർശിച്ചു. വിശ്വാസികളെ കൃപയിൽ ഉറപ്പിച്ചു. കൂടാതെ എഫെസോസ്, മക്കതോന്യ പ്രദേശങ്ങൾ അല്ലെങ്കിൽ യവനന്മാരുടെ ഭരണത്തിൻ്റെ കീഴിലിരുന്ന പ്രദേശങ്ങൾ, നവപൊലി, ഫിലിപ്പിയ, അംഫിപ്പാലിസ്, അപ്പല്ലോന്യ, തെസ്സലോനിക്ക, ബെരോവ, അഥീന, കൊരിന്ത് മുതലായ സ്ഥലങ്ങൾ സന്ദർശിച്ചു. പിന്നെയും തന്നെ യാത്ര തുടർന്നു. ത്രോവാസ്, അസോസ്, മിഥിലേന്യ, ഖിയോസ് ദ്വീപ്, സാമോസ് ദ്വീപ്, മിലേത്തോസ്, കോസ്, രോദാസ്, പത്തര, സോർ, തൊലേമാസ്, കൈസരിയ മുതലായ സ്ഥലങ്ങളിൽ കൂടി സഞ്ചരിച്ച് യെരുശലേമിലെത്തി. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ സുവിശേഷം അറിയിച്ചപ്പോഴുണ്ടായ പ്രധാന സംഭവങ്ങളും വ്യക്തികളും ഒക്കെ നമ്മുടെ സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. എന്ത് ചെയ്യണം? അതെല്ലാം പഠിക്കണം. ഈ അപഗ്രഥന ക്ലാസ്സിൽ ഇതെല്ലാം കൂടെ നമുക്ക് പഠിക്കാനൊക്കുകയില്ല. അതുകൊണ്ട് അതെല്ലാം പഠിക്കുക എന്നുള്ള വ്യക്തിപരമായ ഉത്തരവാദിത്വം നിങ്ങളെ തന്നെ ഏൽപ്പിക്കുകയാണ്. 1-2 യാത്രകൾക്കിടയിൽ നടന്ന യെരുശലേം കൗൺസിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ദുരുപദേശങ്ങളെ തിരുത്തുവാൻ പൗലോസ് എടുത്ത മുൻകൈയാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ദുരുപദേശങ്ങൾ എല്ലാ കാലഘട്ടത്തിലും സഭയിൽ കടന്നു വരും. അവയെ പുറത്താക്കണം എന്ന് ഗ്രഹിക്കുക. മൂന്നാം യാത്രയ്ക്ക് ശേഷം തടവുകാരനായി പല സ്ഥലങ്ങളിൽ വിസ്തരിക്കപ്പെടുകയും കൈസരെ അഭയം ചൊല്ലിയതുകൊണ്ട് റോമിലേക്ക് തടവുകാരനായി കൊണ്ടുപോവുകയും ചെയ്യുന്നത് വിവരിച്ചുകൊണ്ടാണ് പുസ്തകം അവസാനിക്കുന്നത്. താൻ തടവിലായിരുന്നപ്പോൾ സഭകൾക്ക് ലേഖനങ്ങൾ എഴുതി, ധാരാളം സമയം പ്രാർത്ഥിച്ചു, തടവിൽ കണ്ടുമുട്ടിയവരോടൊക്കെ സുവിശേഷം അറിയിച്ചു. ഇങ്ങനെയാണ് പൗലോസ് തൻ്റെ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ ഈ വേല പൗലോസ് ചെയ്തു എന്ന് പറഞ്ഞ് നമ്മൾ സമാശ്വസിക്കുകയല്ല വേണ്ടത്. ഇനി ഈ വേല തുടർന്ന് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ കർത്താവിൻ്റെ വരവ് വരെ പൂർത്തീകരിക്കുവാനുള്ള ഉത്തരവാദിത്വം എൻ്റെയും എന്നെ കേൾക്കുന്ന നിങ്ങളുടേതുമാണ്. ആ ദൗത്യം ഏറ്റെടുക്കുന്നതിനായിട്ട് നമുക്ക് കർത്താവിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഞാൻ 1-2 കാര്യങ്ങളും കൂടി പുസ്തകത്തിൻ്റെ ആകർഷണമായിട്ട് ഓർമ്മപ്പെടുത്തട്ടെ. ഒന്നാമത്, ഇംഗ്ലീഷ് അറിയാവുന്ന ആളുകൾക്ക് 5 P's ഓഫ് ദ ബുക്ക് അല്ലെങ്കിൽ പി വെച്ച് തുടങ്ങുന്ന ചില കാര്യങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. പേഴ്സൺ ഓഫ് ദ ബുക്ക്, പുസ്തകത്തിലെ പ്രമുഖ വ്യക്തി കർത്താവായ യേശുക്രിസ്തു. പവർ ഓഫ് ദ ബുക്ക്, പുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആത്മശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. പ്രീച്ചേഴ്സ് ഓഫ് ദ ബുക്ക്, പുസ്തകത്തിലെ മുഖ്യ പ്രഭാഷകർ ഇപ്പം തന്നെ നമുക്കറിയാം, പത്രോസും പൗലോസും. പ്ലേസസ് ഓഫ് ദ ബുക്ക്, പുസ്തകത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, യെരുശലേം, അന്ത്യോക്യ. പ്രോഗ്രാം ഓഫ് ദ ബുക്ക്, പുസ്തകത്തിലെ പ്രധാന പ്രവർത്തന പരിപാടി സുവിശേഷീകരണം. അതുപോലെ തന്നെ സഭാചരിത്രത്തോടുള്ള ബന്ധത്തിൽ
ഒന്നാമത് നടന്ന ഒരുപാട് കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാനായിട്ടുണ്ട്. എന്നേക്കും നമ്മോടുകൂടെ വസിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ആദ്യത്തെ ഇറങ്ങി വരവ് 2-ാം അധ്യായത്തിലുണ്ട്. ആദ്യത്തെ ക്രൈസ്തവ സഭയുടെ രൂപീകരണം 2-ാം അധ്യായത്തിലുണ്ട്. അപ്പോസ്തലന്മാരുടെ ആദ്യ പ്രസംഗം 2-ാം അധ്യായത്തിലുണ്ട്. സഭ നേരിട്ട ആദ്യത്തെ പീഡനം 4-ാം അധ്യായത്തിലുണ്ട്. സഭയുടെ ആദ്യത്തെ പ്രാർത്ഥനാ യോഗം 1-2 അധ്യായങ്ങളിലും 4-ാം അധ്യായത്തിലുമുണ്ട്. സഭയിൽ ആദ്യം വെളിപ്പെട്ട പാപം 5-ാം അധ്യായത്തിലുണ്ട്. സഭ നേരിട്ട ആദ്യത്തെ പ്രതിസന്ധി 6-ാം അധ്യായത്തിലുണ്ട്. സഭയുടെ ആദ്യത്തെ രക്തസാക്ഷി 7-ാം അധ്യായത്തിലുണ്ട്. സഭയുടെ ആദ്യത്തെ സുവിശേഷകൻ ഫിലിപ്പോസ് 8-ാം അധ്യായത്തിലുണ്ട്. ആദ്യ ജാതികളുടെ സഭ 11-ാം അധ്യായത്തിലുണ്ട്. ആദ്യ സഭാ നേതൃസമ്മേളനം 15-ാം അധ്യായത്തിലുണ്ട്. ആദ്യത്തെ മിഷണറി യാത്ര 13-ാം അധ്യായത്തിലുണ്ട്. ആദ്യത്തെ മിഷൻ സമ്മേളനം 14-ാം അധ്യായത്തിലുണ്ട്. യൂറോപ്പിലെ ആദ്യത്തെ സഭ 16-ാം അധ്യായത്തിലുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെയൊക്കെ പ്രവർത്തിച്ചത് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശുക്രിസ്തുവാണ്. അവൻ സഭയുടെ നായകനും പരിശീലകനും. സഭയുടെ വലിയ പ്രത്യാശ ക്രിസ്തുവാണ്. പ്രതിസന്ധികളിൽ സഭയെ വഴി നടത്തുന്നവൻ ക്രിസ്തുവാണ്. പരിശുദ്ധാത്മാവിനെ നൽകുന്നവൻ ക്രിസ്തുവാണ്. സഭയുടെ പ്രധാനപ്പെട്ട പ്രസംഗ വിഷയം ക്രിസ്തുവാണ്. സഭയോട് ചേർക്കുന്നവൻ ക്രിസ്തുവാണ്. ലോകത്തിൻ്റെ ഏക പ്രത്യാശ ക്രിസ്തുവാണ്. സഭയിൽ നമ്മുടെ ശുശ്രൂഷ പങ്കാളി ക്രിസ്തുവാണ്. വ്യക്തികളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നവൻ ക്രിസ്തുവാണ്. പരിശോധനകളിൽ നമ്മളെ ശക്തീകരിക്കുന്നവൻ ക്രിസ്തുവാണ്. ഈ ക്രിസ്തു ഇന്നും ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അപ്പോസ്തലന്മാർ വഴി. ഈ പ്രവൃത്തികളാണ് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്ന പുസ്തകത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ ദയവായിട്ട് നിങ്ങൾ വായിച്ചു പഠിക്കുക. ക്ലാസ്സിൽ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ പേജിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ അപ്പോസ്തല പ്രവൃത്തികൾ കൂടുതൽ പഠിക്കാനായിട്ട് സാധിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. വചനം പഠിക്കുന്നതിൽ നമുക്ക് ഉറ്റിരിക്കാം, പ്രാർത്ഥനകളിൽ ഉറ്റിരിക്കാം, കൂട്ടായ്മയിൽ ഉറ്റിരിക്കാം, അപ്പം നുറുക്കുന്നതിൽ ഉറ്റിരിക്കാം. ഇതാണ് ആദിമസഭ ചെയ്തത്. നമുക്കും അതേ തരത്തിൽ മടങ്ങി വന്ന് ആദിമസഭയുടെ ജീവൻ പ്രാപിച്ച് പരിശുദ്ധാത്മ ശക്തിയിൽ ഈ ദൗത്യം പൂർത്തീകരിക്കുവാൻ നമ്മളെ സമർപ്പിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.